الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم اهدنا وسددنا اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയന്ന് ജീവിക്കണമേ എന്ന് എന്നോട് ബാധ്യതയുള്ളതുപോലെ തന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിലുള്ള തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി വരുന്ന ഒരു ജുമയോടുകൂടി നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കും ഇൻഷാ അള്ളാഹ്. റമദാനിൽ ജീവിക്കുവാൻ, സൽക്കർമ്മത്തോടുകൂടി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലെ ചില നിമിഷങ്ങൾ അത് ലഭിക്കാൻ സത്യവിശ്വാസി ആഗ്രഹിക്കും. ആ നിമിഷങ്ങളിൽ ഒന്നാണ് റമദാൻ. വളരെ ശ്രേഷ്ഠമായ പവിത്രമായ മാസം. സഹോദരങ്ങളെ, റമദാൻ അടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ വിശ്വാസികളായ നമ്മൾ ഇസ്ലാമിൻ്റെ 5 തൂണുകളിൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നാണ് നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 അടിസ്ഥാന കാര്യങ്ങളിലാണ് ദീനുൽ ഇസ്ലാം സ്ഥാപിതം. ദീനുൽ ഇസ്ലാമിൽ ഒരുപാട് സംഗതികളുണ്ട്, 5 അടിസ്ഥാനമാണ്, ബേസാണ്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൗമി റമദാൻ, റമദാനിലെ നോമ്പാണ്. റമദാനിലെ നോമ്പെടുക്കുന്നതിലൂടെ ഒരാളുടെ ഇസ്ലാം പൂർത്തിയാവുകയാണ്, അയാളുടെ ദീന് സമ്പൂർണ്ണമാവുകയാണ്. അതൊഴിവാക്കിയാൽ അയാളുടെ ദീനിനാണ് കുറവ്, ഇസ്ലാമിനാണ് തകർച്ച. അത് നമുക്കുണ്ടാകരുതല്ലോ. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി റമദാൻ വരവേൽക്കാൻ, മാനസികമായി ഒരുങ്ങാൻ നമുക്ക് കഴിയണം. അതിൽ പ്രധാനമാണ് നോമ്പിൻ്റെ വിധിവിലക്കുകൾ നമ്മൾ അറിയണം. എല്ലാ റമദാനിലും കേൾക്കണമുണ്ടാകും, അറിയണമുണ്ടാകും. എങ്കിലും അതിൻ്റെ മേന്മയും ഫവായിലുകൾ, നോമ്പെടുത്താലുള്ള പരലോകത്തെ പ്രതിഫലമൊക്കെ അറിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മാനസികമായൊരു ഉന്മേഷം കിട്ടും. വിധിവിലക്കുകൾ അറിഞ്ഞതാണെങ്കിലും മനുഷ്യനാണ്, മനുഷ്യ സഹജമായി പലതിലും ശ്രദ്ധക്കുറവുണ്ടാകും, മറവി ഉണ്ടാകും. അതുകൊണ്ട് മതവിധികൾ പഠിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കപ്പെടും. മതവിധികൾ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പിൻ്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ, നോമ്പിൻ്റെ പ്രതിഫലം കുറച്ച് കളയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്തരം സദസ്സുകളിൽ നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും സമയം കണ്ടെത്തി നമ്മളതൊക്കെ കേൾക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു തൗഫീഖ് ആകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് നിർബന്ധമാക്കിയതിൽ അള്ളാഹു തആല നമ്മിൽ നിന്ന് പല ലക്ഷ്യങ്ങളും കാണുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ നമുക്കെല്ലാം സുപരിചിതമായൊരു വചനമാണല്ലോ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം. എല്ലാ റമദാനിലും നമ്മൾ കേൾക്കാറുണ്ട് ഈ ആയത്ത്. അള്ളാഹു തആല ഫർളാക്കി എന്നാണ് പറയുന്നത്, നോമ്പ് ഫർളാക്കി. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നമുക്ക് മാത്രമല്ല നമ്മുടെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സമുദായത്തിന് അള്ളാഹു നോമ്പ് ഫർളാക്കിയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് മാത്രം കൊണ്ടുവന്ന ഒരു പ്രത്യേക ആരാധന അല്ല എന്നർത്ഥം.
അതിൻ്റെ ഹിക്മത്ത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവർ ആകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ തഖ്വയാണ് അടിസ്ഥാനം. വിശപ്പും ദാഹവും സഹിക്കുക എന്നതല്ല അടിസ്ഥാനം തഖ്വയാണ്. റമദാൻ അവസാനിക്കുമ്പോൾ റമദാനിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ഭയഭക്തി, അള്ളാഹുവിനോടുള്ളൊരു അടുപ്പം, ഹൃദയബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. അതിന് നമുക്ക് കഴിഞ്ഞേ മതിയാകും. അത് പ്രധാനമാണ്. ഇതിൻ്റെ മേന്മകളിലൊന്ന്, ഇത് ഏറ്റവും രഹസ്യമായൊരു ആരാധനയാണ്, രഹസ്യ സ്വഭാവത്തിലുള്ളൊരു ആരാധനയാണ്. കാരണം നോമ്പുകാരനാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയും, പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ നോമ്പുകാരനാണോ എന്ന് അള്ളാഹു തആല ആലം, വേറെ ആർക്കും പറയാൻ കഴിയില്ല. ഒരാൾ രഹസ്യമായി പോയി വെള്ളം കുടിച്ചാൽ, അതുകൊണ്ടാണ് ഇതിന് അമാനത്തുള്ള ഒരു ഇബാദത്ത് എന്ന് പറയുന്നത്. പുറമെ നോമ്പുകാരനായി ഇരിക്കാൻ കഴിയും, ആരും കാണുന്നില്ല, അയാൾ ഭക്ഷിക്കുന്നതോ കുടിക്കുന്നതോ ഒന്നും കാണുന്നില്ല. പക്ഷേ അയാൾ ഭക്ഷിച്ചോ കുടിച്ചോ പൂർണ്ണമായി അറിയുന്നവൻ അള്ളാഹു ആണല്ലോ. ഇതൊരു രഹസ്യ സ്വഭാവത്തിലുള്ള ആരാധനയാണ്, അള്ളാഹുമായിട്ടുള്ളൊരു സിറാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രതിഫലമൊക്കെ പറയുന്നിടത്ത് വലിയ പ്രതിഫലമാണ് അള്ളാഹു തആല പറഞ്ഞത്. കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാം, എല്ലാ കർമ്മങ്ങളും അത് ആദം സന്തതിക്കുണ്ട്, അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും, വലിയ പ്രതിഫലം നൽകും. എന്നാൽ ഇല്ല സിയാം, നോമ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകം കണക്ക് വെച്ചിട്ടില്ല. ഫഇന്നഹു ലി വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്. എല്ലാ ആരാധനയും അള്ളാഹ്ക്കല്ലേ ആണ്, പക്ഷെ നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിനൊരു പ്രത്യേക ഇഷ്ടം. ഹദീസിലൂടെ ഖുദുസിയായ അള്ളാഹു തആല പറഞ്ഞു, അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ അരുളുന്ന വചനങ്ങളാണ് ഖുദുസിയായ ഹദീസ്. അങ്ങനെ ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. അള്ളാഹു പറഞ്ഞു, ഫഇന്നഹു ലി വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കാണ്, അതിന് ഞാൻ പ്രതിഫലം നൽകും. എന്തുകൊണ്ടാണ് നോമ്പിന് ഇത്രയും വലിയ പ്രതിഫലം വന്നത്? ക്ഷമ, സഹനം എന്ന ഒരു കാര്യം കൂടി അതിൽ ഒത്തുചേരുന്നുണ്ട്. മനുഷ്യൻ ക്ഷമിക്കാൻ പഠിക്കും. തിന്നാനും കുടിക്കാനൊക്കെ വീട്ടിലുണ്ട്, പക്ഷെ എന്നാലും അത് എന്തിനാണ് അവൻ തിന്നാത്തത്? പകൽ ദാഹിക്കുന്നുണ്ട്, തൊണ്ട വരളുന്നുണ്ട്, വിശക്കുന്നുണ്ട്, ഭക്ഷണം ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷേ പടച്ച റബ്ബിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്, സഹിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇത് അടിമയിൽ നിന്ന് കാണുമ്പോൾ അള്ളാഹു തആലയ്ക്ക് എത്ര ഇഷ്ടമായിരിക്കും അടിമയെ, അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ കഴിഞ്ഞ എല്ലാ ചെറുദോഷങ്ങളും അള്ളാഹു മാപ്പാക്കും, എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈമാൻ, വിശ്വാസം. എന്താണ് വിശ്വാസം? ഇത് അള്ളാഹു എൻ്റെ മേൽ ഫർളാക്കിയതാണ്, നിർബന്ധമാക്കിയതാണ് എന്ന വിശ്വാസം. രണ്ട്, പടച്ച റബ്ബിൽ നിന്ന്, അള്ളാഹു തആലയിൽ നിന്ന് കൂലി, പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കണം. ഇത് റബ്ബ് എനിക്ക് അജ്ർ തരും, ഇത് അവന് വേണ്ടിയാണ് എന്ന രൂപത്തിൽ ഒരാൾ നോമ്പെടുത്താൽ അവൻ്റെ തെറ്റുകുറ്റങ്ങൾ, ദോഷങ്ങൾ അള്ളാഹു മാക്കും. പ്രിയപ്പെട്ടവർ, അത് നമ്മൾ കരുതണം മനസ്സിൽ. ക്ഷമ എന്ന് പറഞ്ഞാൽ 3 തലങ്ങളിലാണ്. അള്ളാഹുവിനെ വഴിപ്പെട്ട് അനുസരിക്കാൻ അടിമയ്ക്ക് ക്ഷമ വേണം. ചില ആരാധനകൾ പ്രയാസകരമായിരിക്കാം, അപ്പോൾ അതിൽ നമ്മൾ അനുസരിക്കാൻ ക്ഷമ വേണം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, തിന്മയിൽ നിന്ന് ഒരു മനുഷ്യന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. അതാണ് ക്ഷമയുടെ രണ്ടാമത്തെ തലം. മനസ്സിന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് തിന്മയാണ്, ഇസ്ലാം വിലക്കിയതാണ്. അപ്പോൾ അതിൽ നിന്ന് മനുഷ്യന് മാറണമെങ്കിൽ ഒരു ക്ഷമ വേണം, സഹനം വേണം, ഇല്ലാതെ നടക്കില്ല. മൂന്നാമത്തേത് അള്ളാഹു തആല വിധിച്ച കാര്യങ്ങൾ, ഖളാ ആക്കിയ കാര്യങ്ങൾ, ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിലും ക്ഷമിക്കണം മനുഷ്യൻ. ഈ 3 ക്ഷമയുടെ തലങ്ങളും ഒത്തുചേരുന്ന ഒരു ആരാധന അത് നോമ്പാണ്. നോമ്പ് എടുക്കുക വഴി അള്ളാഹിനെ അനുസരിക്കുന്നുണ്ട്, ക്ഷമ ഉണ്ടെങ്കിൽ അനുസരിക്കാൻ കഴിയും. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, റമളാനിൻ്റെ പകലിൽ പ്രഭാതോദയം മുതൽ സൂര്യാസ്തമനം വരെ നമുക്ക് അള്ളാഹു ഹറാമാക്കി. എന്ത്? അന്നപാനീയങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധം. ഇതല്ലാത്തപ്പോൾ നമുക്ക് ഹലാലായിരുന്നു. പക്ഷേ നോമ്പ് നിർബന്ധമായ ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് അവൻ തിന്നൽ, കുടിക്കൽ ഹറാമാണ്, ഹറാം. അതുവരെ ഹലാലായിരുന്നത്. അപ്പോൾ മനുഷ്യൻ അത് തെറ്റാണ്, എനിക്ക് പറ്റൂല, കുടിക്കാൻ പാടില്ല, അള്ളാഹു തആല കൽപ്പിച്ചു, അവിടെ അവൻ ക്ഷമിക്കുന്നു. പിന്നെ സ്വാഭാവികമായി നോമ്പെടുക്കുമ്പോൾ എന്തുണ്ടാവും? തളർച്ചയുണ്ടാവും, ക്ഷീണം ഉണ്ടാകും, അതും സഹിക്കുന്നു. അള്ളാഹു വിധിച്ചതാണ്, അള്ളാഹിൻ്റെ വിധിയിൽ ക്ഷമിക്കുന്നു. ഈ ക്ഷമയുടെ തലങ്ങൾ ഒത്തുചേരുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് വമ്പിച്ച പ്രതിഫലം. പ്രിയപ്പെട്ടവരെ, അത് ആ രൂപത്തിൽ നോമ്പിൻ്റെ ആ ഒരു വെളിച്ചം നമുക്ക് കിട്ടണമെങ്കിൽ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകണം. തഖ്വ നമ്മൾ അതിലൂടെ നേടിയെടുക്കണം. മോശം വാക്കുകൾ, പ്രവൃത്തികൾ നമ്മൾ അതിലൂടെ ഒഴിവാക്കണം. അതാണ് അതിൽ പ്രധാനം, നമ്മുടെ ജീവിത വിശുദ്ധി എന്നുള്ളത് അടിസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ലക്ഷ്യമാക്കുന്നത് അതാണ്. അല്ലാതെ അടിമ വിശക്കുക, ദാഹിക്കുക എന്നതല്ല അതിൻ്റെ ലക്ഷ്യം. അതിലൂടെ നേടിയെടുക്കാവുന്ന തഖ്വ, ഭയഭക്തി, അത് നമുക്ക് എല്ലാവർക്കും നിർബന്ധമായും കിട്ടണം. ദുഷിച്ച വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഒരു മുസ്ലിം വിട്ടു നിൽക്കണം.
സൽസ്വഭാവിയായി മാറണം. നല്ല പെരുമാറ്റം, സ്വഭാവം നമ്മളെല്ലാം നോമ്പിലൂടെ അല്ലാത്തപ്പോൾ എല്ലായ്പ്പോഴും നിലനിർത്തണം. എന്നാൽ നോമ്പാകുമ്പോൾ അതിലൂടെ കൂടുതൽ നമ്മൾ നേടിയെടുക്കണം, പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ. ആരാണോ മോശം, വേണ്ടാത്ത വാക്കുകൾ, സംസാരം, വേണ്ടാധീനങ്ങൾ പ്രവർത്തിക്കുന്നത്, വിവരക്കേട്, ഇതൊന്നും ഒഴിവാക്കാത്തത്, ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹുവിന് ഒരാവശ്യമില്ല, അയ്യദ ത്വആമഹു വ ശറാബഹു, അവൻ കുടിക്കുന്നില്ല തിന്നുന്നില്ല എന്നുണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്, തഖ്വ. അത് നമുക്ക് നിലനിർത്താൻ കഴിയണം. നോമ്പ് രണ്ട് തരത്തിലാണ്. സൗമ് അസ്ഗറുണ്ട്, അക്ബറുണ്ട്. ചെറിയ തലത്തിൽ അതാണ് റമദാനിലെ നോമ്പ്. അതൊരർത്ഥത്തിൽ ഒരു ചെറിയ പരീക്ഷണമാണ്. സൗമ് അക്ബർ എന്ന് പറഞ്ഞാൽ, വലിയ നോമ്പ് എന്ന് പറഞ്ഞാൽ വർഷം മുഴുവനും നമ്മൾ നിലനിർത്തേണ്ട നോമ്പ്. ഈ സൗമ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയോ, അൽ ഇംസാക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. തടഞ്ഞു വയ്ക്കുക, നമ്മളത് നിന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് തിന്മകളെ സ്റ്റോപ്പ് ചെയ്യുക, അതാണ് സൗം അൽ ഇംസാക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വർഷം മുഴുക്കെ അള്ളാഹു ഹറാമാക്കിയ കാര്യത്തിൽ നിന്ന് മുസ്ലിം മാറി നിൽക്കണം. അതാണ് വലിയ സൗം, ശ്രമകരമായ സൗം. അത് റമദാനിലാകുമ്പോൾ മറ്റൊരു നോമ്പ് കൂടി, ഭക്ഷണം, പാനീയം, ഭാര്യ ഭർത്തൃ ബന്ധം, ഇങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിലൂടെ പകൽ സമയത്ത്, പകൽ മാത്രം അള്ളാഹു താല നമുക്ക് വിലക്കി. ഇതാണ് രണ്ട് തലത്തിലുള്ള നോമ്പ്. ഇതെല്ലാം നമുക്ക് നിലനിർത്താൻ കഴിയണം. ഒരു നോമ്പ് അങ്ങനെ എടുത്താൽ 70 വർഷത്തെ വഴിദൂരം അള്ളാഹു ആ അടിമയെ നരകത്തിൽ നിന്ന് അകറ്റും. നരകത്തിൽ നിന്ന് അവനെ വിദൂരത്താക്കും. ചെറിയ പ്രതിഫലമൊന്നുമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കാൻ നമുക്ക് കഴിയണം. നോമ്പിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ അത് ഫർദാണ് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആർക്കാണ് ഫർദ്? പണ്ഡിതന്മാർ സൂചിപ്പിച്ചു, നോമ്പ് നിർബന്ധമാകും യജ്ബു സിയാം അല കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും. അപ്പോൾ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പ് നിർബന്ധം അല്ല, പക്ഷേ നോമ്പ് എടുക്കാത്തതിൻ്റെ കുറ്റം ഉണ്ടാകും. കാരണം മുസ്ലിമാകാതെ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടൂല. അപ്പോൾ ഇസ്ലാം അള്ളാഹുവിന് ഷഹാദത്ത് പറയുക, മുസ്ലിം ആവുക. ചിലപ്പോൾ ഇതര മതസ്ഥരൊക്കെ ശാരീരികമായി ഒരുപാട് നോമ്പെടുക്കുന്നത് കൊണ്ട് അവർക്ക് പിന്നെ ആരോഗ്യവശങ്ങളെ കണ്ടിട്ട് നോമ്പെടുക്കുന്നവരുണ്ട്. പക്ഷേ അള്ളാഹു താലയുടെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടണമെങ്കിൽ ഈമാൻ വേണം, അത് നിബന്ധനയാണ്, മുസ്ലിം ആകണം. ദുനിയാവിൽ എന്താണോ അവർ ഉദ്ദേശിച്ചത് ചിലപ്പോൾ അള്ളാഹു താല കൊടുത്തേക്കാം. അവർ ആരോഗ്യമായിരിക്കും ഉദ്ദേശിച്ചത്, ആരോഗ്യം കിട്ടിയേക്കാം, അത് തടയപ്പെടില്ല. പക്ഷേ പരലോകം കിട്ടണമെങ്കിൽ പരലോകം വിശ്വാസം വേണം, പരലോകത്തിൻ്റെ റബ്ബായ അള്ളാഹുൽ വിശ്വാസം വേണം, പ്രവാചകർ അത് പഠിപ്പിച്ച പ്രവാചക തിരുമേനിയിൽ വിശ്വാസം വേണം. എല്ലാത്ത ആൾക്ക് കിട്ടൂല. അപ്പോൾ മുസ്ലിം ആകണം. ഇസ്ലാമിനെ തകർക്കുന്ന ശിർക്കൻ പ്രവർത്തനങ്ങൾ അയാളിൽ ഉണ്ടാകാൻ പാടില്ല, അത് നിർബന്ധമാണ്. അപ്പോൾ മുസ്ലിമിനാണ് അത് നിർബന്ധമാവുക. രണ്ടാമതായി അല കുല്ലി മുസ്ലിമിൻ വ ആഖിലിൻ, സ്വബോധമുള്ള ബുദ്ധിയുള്ള ആൾക്ക്. അപ്പോൾ ഭ്രാന്ത് അല്ലെങ്കിൽ ബുദ്ധിഭ്രമം സംഭവിച്ച ആളുകൾക്ക് ഇസ്ലാം നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല. അവർ നോമ്പ് എടുപ്പിക്കാൻ നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് ഭ്രാന്തുള്ള ആളുകൾക്ക്, മാനസിക രോഗികൾക്ക് നോമ്പില്ല. അവർ നോമ്പെടുത്താലൊട്ട് ശരിയാകുകയില്ല. അതുകൊണ്ട് അവരെ വഴിക്ക് വിടലാണ്. മറ്റൊന്ന് ബാലിഗിൻ, പ്രായപൂർത്തി ആയ ആളുകൾ. നോമ്പ് നിർബന്ധമാകാൻ പ്രായപൂർത്തിയാകണം. എന്നാൽ പ്രായപൂർത്തിയാകാത്ത ആളുകൾ നോമ്പെടുത്താൽ ഒരു പ്രശ്നമില്ല, അത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ സഹാബ കിറാം അവരൊക്കെ ചെറിയ കുട്ടികളെ, അവരുടെ മക്കളെ നോമ്പെടുക്കാൻ വേണ്ടി ചെറുപ്രായത്തിലേ പരിശീലിപ്പിച്ചിരുന്നു. ചിലപ്പോൾ നോമ്പ് മുഴുവിപ്പിക്കണമെന്നില്ല. രാവിലെ നോമ്പുകാരായി, ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ അവർക്ക് ദാഹിക്കും, നമ്മളോട് പറയാതെ പോയി വെള്ളം കുടിക്കും, ചിലപ്പോൾ ഭക്ഷണം എടുത്ത് കഴിക്കും, പ്രശ്നമില്ല. എങ്കിലും അവർ നോമ്പ് അഭ്യസിപ്പിച്ചു തുടങ്ങുക എന്നുള്ളത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതവരെ അള്ളാഹുവുമായുള്ള ഇണക്കമുണ്ടാക്കാൻ, മതത്തിൻ്റെ ആരാധനാകർമ്മങ്ങൾ പരിശീലിപ്പിക്കാൻ, ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മുസ്ലിമാക്കി എടുക്കാൻ അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അത് ചെറിയ പ്രായത്തിൽ അവരെ അതിനുവേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കിയാൽ ഹുക്കുമ് വേറെയാണ്, വിധി വേറെയാണ്, കുറ്റം കിട്ടും, അയാൾ പാപിയായി തീരും. അതാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ പ്രായപൂർത്തി ആയ നിമിഷം മുതൽ, പെൺകുട്ടിയാണെങ്കിൽ ഹൈദ് കൂടി, അതല്ലാത്തതാണെങ്കിൽ പൊതുവിൽ പറയുന്നത് 15 വയസ്സ് തികയുക, അല്ലെങ്കിൽ കക്ഷത്തോ ഗുഹ്യഭാഗത്തോ രോമം കട്ടിയുള്ള രൂപത്തിൽ മുളയ്ക്കുക. ഇതൊക്കെ ഇസ്ലാം വെച്ചൊരു മാനദണ്ഡമാണ് പ്രായപൂർത്തിയാകാൻ. അല്ലെങ്കിൽ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുക, സ്വപ്നസ്ഖലനം ഉണ്ടാകുക, ഇതുണ്ടായാൽ ആ മനുഷ്യൻ പ്രായപൂർത്തിയായി. ആ സമയം മുതൽ പിന്നെ നോമ്പ് എടുത്തിട്ടില്ലെങ്കിൽ മലക്കുകൾ എഴുതുക അയാൾ കുറ്റക്കാരനാണ്, തെറ്റുകാരനാണ്, അള്ളാഹു ഫറലാക്കിയ നോമ്പ് ഒഴിവാക്കിയ കുറ്റക്കാരൻ. മലക്കുകളെല്ലാം രേഖപ്പെടുത്തുമല്ലോ നമ്മുടെ വാക്കും പ്രവർത്തനങ്ങളൊക്കെ.
അപ്പോൾ നോമ്പ് ഒഴിവാക്കിയ മനുഷ്യനെ ഈ പറഞ്ഞ പ്രായപൂർത്തി എത്തിയ ആളെ എടുത്തിട്ടില്ലെങ്കിൽ അയാളെ കുറ്റക്കാരനായി എഴുതും. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒഴിവാക്കിയാൽ അയാളെ കുറ്റക്കാരനായി എഴുതില്ല. നോമ്പ് പിടിച്ചാലോ അയാൾക്ക് പ്രതിഫലം എഴുതുകയും ചെയ്യും. കുട്ടിയാണെങ്കിലും പ്രതിഫലം അജർ മലക്കുകൾ എഴുതും. അത് അള്ളാഹുവിൻ്റെ ഫളിലാണ്. ആലോചിച്ച് നോക്കൂ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒഴിവാക്കിയാൽ കുറ്റമില്ല, തെറ്റ് ചെയ്താൽ തിന്മയായി എഴുതില്ല, നന്മ ചെയ്താൽ നന്മ ഒഴിവാക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ ഫളിലാണ്. അപ്പോൾ അത് നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുക. മറ്റൊന്ന്, മുഖീമാകണം. യാത്രക്കാരൻ അള്ളാഹു താല ഇളവ് കൊടുത്തു. ഫമൻ കാന മിൻകും അല മറദിൻ ഔ സഫർ, നിങ്ങൾ ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആയാൽ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം പകരം നോമ്പെടുത്താൽ മതി. റമദാനിൽ ഒഴിവാക്കിയോ പ്രശ്നമില്ല. കാരണം യാത്ര എന്നുള്ളതൊരു ക്ലേശമാണ്. പണ്ട് കാലത്തെ യാത്ര കൂടുതൽ ദുരിതമാണ്. പക്ഷെ എങ്കിലും അള്ളാഹു താല യാത്രക്കാരനാണോ? ഇന്ന് നമുക്ക് നല്ല ലക്ഷറി യാത്രകളുണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് ദീർഘദൂരം യാത്രകൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇസ്ലാമിൽ പിന്നെ അതിന് ക്ലേശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രയാസം ഉള്ള യാത്രയ്ക്ക് മാത്രം അങ്ങനെയൊന്നുമില്ല. യാത്രക്കാരനാണോ നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. എങ്കിലും അയാൾക്ക് യാത്രയാകുമ്പോൾ നോമ്പ് പിടിക്കലാണോ ഒഴിവാക്കലാണോ നല്ലത്? ഇതൊരു ചർച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രകളൊക്കെ നമ്മൾ ഹദീസിൽ വായിക്കുമ്പോൾ നോമ്പ് പിടിച്ചതായും കാണാം, നോമ്പ് ഒഴിവാക്കിയതായി നമുക്ക് കാണാൻ കഴിയും. ചില യാത്രകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിച്ചിരുന്നു. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു റമദാനിൽ അത്യുഷ്ണമുള്ള ഒരു യാത്ര, ഉഷ്ണകാലം ഒരു യാത്ര നടത്തി. വമാ ഫീന സ്വാഇമുൻ ഇല്ലാ റസൂലുള്ളാഹി വ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, രണ്ടാളുകൾ മാത്രം നോമ്പുണ്ടായിരുന്നു. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന് പറയുന്ന ഒരു സഹാബി. ബാക്കി ഞങ്ങളൊക്കെ നോമ്പ് മുറിച്ചിരുന്നു. എന്നാൽ ചില യാത്രയിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസറിനോടടുത്തപ്പോൾ ആളുകളൊക്കെ ബോധരഹിതരായി വീഴുന്നു, ഭയങ്കര ചൂടാണ്. മറ്റൊരു യാത്രയിലാണ്. അപ്പോൾ ചില ആളുകളൊക്കെ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. സഹാബികൾ കാണെ വെള്ളം കുടിച്ചു, നോമ്പ് മുറിച്ചു. എന്നാൽ ചില ആളുകൾ നോമ്പ് മുറിക്കാൻ കൂട്ടാക്കിയില്ല. അവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉലായിക ഹുമുൽ ഉസാത്ത്, അവരാണ് അനുസരണ കെട്ടവർ, അനുസരണ ഇല്ലാത്തവർ അവരാണ്. പ്രവാചകർ മുറിച്ചു കാണിച്ചതെന്നും എന്നിട്ട് മുറിക്കുന്നില്ല. അപ്പോൾ മുറിക്കാതിരിക്കുന്നതെന്തോ പുണ്യകർമ്മമായി അവർ കണ്ടു. അവരെക്കുറിച്ച് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചില യാത്രകളിൽ നോമ്പുകാരുണ്ട്, നോമ്പ് പിടിച്ചവർ നോമ്പില്ലാത്തവരെ ആക്ഷേപിച്ചിരുന്നില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. യാത്രയായിരുന്നാൽ നമുക്ക് മുറിക്കാൻ അളവുണ്ട്, എന്നാൽ യാത്രയ്ക്ക് ക്ലേശമില്ല, പ്രയാസകരമല്ലാത്ത നല്ല യാത്രയാണെങ്കിൽ നമുക്ക് നോമ്പ് പിടിക്കലായിരിക്കും ഒന്നുകൂടെ നല്ലത്. യാത്രയിൽ പ്രയാസമുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കലാണ് നല്ലത്. പ്രയാസമാണെങ്കിൽ, യാത്ര ക്ഷീണമാണ്, നമുക്ക് ഓരോരുത്തർക്ക് അവരുടെ യാത്രയെക്കുറിച്ച് നിഗമനമുണ്ടാകും, അതനുസരിച്ച് തീരുമാനമെടുക്കുക. പ്രയാസമാണ് യാത്രയെങ്കിൽ നോമ്പ് മുറിക്കലാണ് നല്ലത്, പ്രയാസമില്ലെങ്കിൽ പിടിക്കലാണ് നല്ലത്. രണ്ടായാലും നോമ്പ് മുറിച്ചാൽ അയാൾക്ക് യാതൊരു തെറ്റുമില്ല. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. മറ്റൊന്ന് സഹോദരങ്ങൾ സൂചിപ്പിക്കുന്ന രോഗികളെക്കുറിച്ചാണ്. രോഗികൾ, ഇത് പ്രധാനമായി നമ്മൾ അറിയണം. നോമ്പ് നിർബന്ധമാകുന്ന ഖാദിർ, കഴിവുള്ള ആൾക്കാണ്. രോഗിയെ സംബന്ധിച്ചിടത്തോളം 4 തരത്തിൽ നമുക്ക് രോഗികളെ മനസ്സിലാക്കാം. ഒന്ന്, അബോധാവസ്ഥയിലുള്ള കോമ സ്റ്റേജിൽ കിടക്കുന്ന ചില രോഗികളുണ്ടാകും, ബോധമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ അങ്ങനെ ബോധമില്ലാതെ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഖളാഉമില്ല, ഫിദിയുമില്ല. കാരണം റമദാൻ ആയിരുന്നപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബോധമില്ല. അവർ നോമ്പ് നിർബന്ധമുള്ള ആളുകളല്ല. ചിലപ്പോൾ മാസങ്ങളോളം വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകളുണ്ട്, ഇല്ലെങ്കിൽ ബോധരഹിതമായി പ്രായാധിക്യം കൊണ്ട് തന്നെ ബോധമില്ല, എന്താണ് സംസാരിക്കുക എന്നറിയില്ല, അങ്ങനെയൊക്കെ കിടക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ആളുകളുണ്ട്. അവർക്കും ഫിദിയയില്ല, നോമ്പുമില്ല. ഫിദിയയില്ല, അവർക്ക് ഖളാ വീട്ടേണ്ടതും ഇല്ല. എന്നാൽ രണ്ടാമത്തെ രോഗി എന്ന് പറഞ്ഞാൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു, നോമ്പെടുക്കാൻ കഴിയില്ല, എന്നാൽ സ്വബോധമുണ്ട്, കാര്യങ്ങൾ തിരിച്ചറിയുന്ന ആളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം നിത്യരോഗിയാണെങ്കിൽ, ശമനം കിട്ടില്ല എന്നാണെങ്കിൽ, അത് സ്ഥിരം മരുന്ന് ഗുളികടിക്കുന്ന ആളാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം രോഗശമനം പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് ഒരു നോമ്പിന് പകരമായി ഒരു സാധുവിനുള്ള ഭക്ഷണം കൊടുക്കലാണ്. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു. ഒരു സാധുവിനുള്ള ഭക്ഷണം കൊടുക്കലാണ്. എത്രയാണ് കൊടുക്കേണ്ടത്? അത് നമുക്ക് ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് നിസ്ഫു സ്വാ, പ്രവാചകരുടെ കാലത്തുണ്ടായിരുന്ന ഒരു അളവാണ് സ്വാ, ഒരു കണക്കാണത്. അത് ഇന്ന് നമ്മൾ കിലോഗ്രാമിൽ പണ്ഡിതന്മാർ നിരൂപിച്ച് പറയുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതിൽ സൂക്ഷ്മം
1.5 കിലോയോളം അല്ലെങ്കിൽ 1.25 കിലോ മതി. അതൊരു മനുഷ്യൻ, സാമാന്യം വലിപ്പമുള്ള ഒരു മനുഷ്യൻ 2 കൈ കൊണ്ട് കോരിയാൽ, 2 കൈ ചേർത്ത് കൊണ്ട് 2 കോരൽ കോരിയാൽ കിട്ടുന്നത് അതാണ് അര സാ, പകുതി. അത് 4 കോരിയാൽ 1 സാ ആയി. അതാണ് നമ്മൾ സക്കാത്തുൽ ഫിത്തറിന് കൊടുക്കുന്നത്. നോമ്പ് അവസാനിക്കുമ്പോൾ പെരുന്നാൾ മുമ്പ് നമ്മൾ കൊടുക്കുന്നത് സക്കാത്തുൽ ഫിത്തർ ആ അളവാണ്. ഇങ്ങനെ സാമാന്യ വലിപ്പമുള്ള ഒരു മനുഷ്യന് 2 കൈ കൊണ്ട് ചേർത്ത് ഗോതമ്പോ മറ്റ് ധാന്യമോ ഈത്തപ്പഴോ 4 തവണ കോരിയാൽ അതൊരു സാ ആയി. അത് 2 തവണ കോരിയാൽ നിസ്ഫു സാ ആയി, പകുതിയായി. ആ പകുതിയാണ് ഒരു നോമ്പിന് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഭക്ഷണമായി കൊടുത്താലും തെറ്റില്ല, പക്ഷെ അത് മിസ്കീനാകണം കൊടുക്കേണ്ടത്, പാവപ്പെട്ടവന്. ചിലർക്ക് സംശയം ചോദിച്ചിരുന്നു, പള്ളിയിൽ നോമ്പ് തുറക്കാൻ ഒരുപാട് ആൾ വരുന്നുണ്ട്, അപ്പോൾ രോഗിയായ ഉപ്പാൻ്റെ ഫിദിയ പള്ളിയിൽ നോമ്പ് തുറക്കി കൊടുത്താൽ മതിയോ എന്ന്. പക്ഷെ അത് കഴിയില്ല. കാരണം പള്ളിയിൽ നോമ്പ് തുറക്കാൻ വരുന്നത് പാവപ്പെട്ടവർ മാത്രമല്ല, മിസ്കീന് മാത്രമല്ല, പലതരം ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് അത് കഴിയില്ല. നമ്മളത് മിസ്കീനാണെന്ന് ഉറപ്പായാൽ 30 നോമ്പ് ഒരു മിസ്കീനും കൊടുക്കാം, അത് 30 മിസ്കീനായിട്ടും ഡിവൈഡ് ചെയ്യാം, പ്രശ്നമില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി സഹോദരങ്ങളെ, നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അഹ്കാമുകൾ കൂടുതൽ മറ്റൊരു സദസ്സാണ് അതിന് അഭികാമ്യം. എന്നാലും ഖുതുബയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ മസ്ജിദിൽ വെച്ച് തന്നെ മഗ്രിബ് നമസ്കാരാനന്തരം നോമ്പിൻ്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദർസ് നടക്കും. ഫൈസൽ മൗലവിയാണ് ക്ലാസ് എടുക്കുക മഗ്രിബിന് ശേഷം. അതിൽ കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. ചോദ്യോത്തരം നമുക്ക് ചോദിച്ച് കാര്യങ്ങൾ പഠിക്കാൻ വരെ അവസരമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയന്ന് ജീവിക്കണമെന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, രോഗികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പ്രയാസമുള്ള ആളുകൾക്ക്, പിന്നെ നിത്യരോഗികളാണെങ്കിൽ ശമനം കിട്ടില്ല, സ്ഥിരം രോഗിയാണ് അയാൾ, നോമ്പ് പിടിക്കാൻ കഴിയില്ലെങ്കിൽ അവർക്ക് ഫിദിയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇനി റമദാനിൽ മാത്രം രോഗം പിടിപെട്ട ആളുകൾ, റമദാൻ കഴിഞ്ഞാൽ അത് ഭേദമാകും എന്ന് ബോധ്യമുള്ള ആളുകൾക്ക് ഖളാ ആണ് വീട്ടേണ്ടത്. ഖളാ, അവർ ഫിദിയല്ല കൊടുക്കേണ്ടത്, മറിച്ച് അടുത്ത റമദാനാകുന്നതിന് മുമ്പ് കഴിവതും പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ട നോമ്പുകൾ പിടിച്ചു വീട്ടണം. ഇത് തന്നെയാണ് ആർത്തവകാരിക്കും പിന്നെ പ്രസവാനന്തരം ബുദ്ധിമുട്ടുന്നവർ, നിഫാസുള്ളവർക്കും പ്രസവരക്തമുള്ള സ്ത്രീകൾക്കെല്ലാം ഈ വിധിയാണ്. അവർക്ക് റമദാനിൽ പിടിക്കാൻ പാടില്ലല്ലോ, നോമ്പ് പിടിക്കാൻ പാടില്ല റമദാനിൽ, നിസ്കാരം ഇല്ല. എന്നാൽ നിസ്കാരം ഖളാ ഇസ്ലാം വിധിച്ചില്ല. നിസ്കാരം എല്ലാ ദിവസവും ഉണ്ട്, 5 നേരമുണ്ട്. അത് പ്രയാസത്തെ കരുതി അത് അല്ലാഹു തആല ഇളവ് നൽകി. പക്ഷേ നോമ്പ് റമദാനിൽ ഹൈദുള്ളപ്പോൾ, ആർത്തവകാരികളാകുമ്പോൾ, അല്ലെങ്കിൽ പ്രസവത്തെ തുടർന്ന് പ്രസവരക്തത്തിലാകുമ്പോൾ, ഇനി മുലയൂട്ടുന്ന സ്ത്രീകൾ, ഉമ്മമാർ, അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തിനോ അല്ലെങ്കിൽ അത് കുഞ്ഞിനെ തന്നെ ബാധിക്കുമെന്ന് ഭയപ്പെടുന്നുവെങ്കിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഭയപ്പെടുന്നുവെങ്കിൽ അവർ നോമ്പ് ഒഴിവാക്കാം. അവർ പകരം ആരോഗ്യം ശേഷി വരുമ്പോൾ ഖളാ വീട്ടണം. അതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതൊരു, നമ്മൾ ചിലരിപ്പോൾ പിന്നെ ഗർഭവതിയായി അന്ന് അറിഞ്ഞാൽ തന്നെ നോമ്പ് ഒഴിവാക്കുന്ന രീതിയുണ്ട്. അത് ശർഈയായി പരിഗണിച്ചതല്ല ശരിക്കും. എന്ന് പറഞ്ഞാൽ ഗർഭം അല്ലെങ്കിൽ പ്രസവം എന്നത് നോമ്പ് ഒഴിവാക്കാൻ, മുലയൂട്ടുന്നു എന്നത് നോമ്പ് ഒഴിവാക്കാനുള്ള കാരണമല്ല. മറിച്ച് ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സമയത്ത് തൻ്റെ ആരോഗ്യത്തിനോ കുഞ്ഞിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഭയപ്പെടുന്നുവെങ്കിൽ ആ ഭയം അവിടെ അടിവര ഇടണം. പണ്ട് കാലത്ത് നമ്മൾ കേട്ടണം, ഇപ്പം അങ്ങനെ കേൾക്കലില്ല. നോമ്പുകാരായിരിക്കെ പെയിന് വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ പ്രസവിക്കാൻ വേണ്ടി പോയ ഉമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പിടിച്ചിരുന്നു. പക്ഷേ ഇന്ന് പിന്നെ ഗർഭവതിയായി എന്നറിഞ്ഞാൽ തന്നെ നോമ്പ് ഒഴിവാക്കുന്ന സിസ്റ്റമാണ് അധികവും. ചിലപ്പോൾ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകളാകും. എന്തായാലും ഇസ്ലാമിൽ അത് എളുപ്പമാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അള്ളാഹു ഞെരുക്കം ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഓരോരുത്തരും അവർ കാണേണ്ടതാണ്. തനിക്കത് ഉപദ്രവമാണോ, ഈ അവസ്ഥയിൽ നോമ്പെടുത്താൽ ശരിയാകോ ഇല്ലേ, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇല്ലെങ്കിൽ പിടിക്കലാണ് നല്ലത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിൽ ഒരിക്കലും ഞെരുക്കം നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് നിയ്യത്ത് നമ്മൾ ശ്രദ്ധിക്കുക. റമദാൻ നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് രാത്രി കാലത്താണ്.
പകൽ നോമ്പാണല്ലോ. അപ്പോൾ തൊട്ടടുത്ത നോമ്പാണെങ്കിൽ മഗ്രിബ് സൂര്യാസ്തമനം മുതൽ സുബൈ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോൾ നമ്മൾ നിയ്യത്ത് വെച്ചാൽ നിയ്യത്ത് ശരിയാകും. അത് മനസ്സിലാണ് ഉണ്ടാകേണ്ടത്, ചൊല്ലിപ്പറയലല്ല. ചൊല്ലിപ്പറയുന്നൊരു രീതി പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ചൊല്ലിപ്പറയേണ്ടതില്ല. പള്ളികളിൽ ചില പള്ളികളിലൊക്കെ നമുക്ക് കാണാം, ഇമാമ് ചൊല്ലിക്കൊടുക്കുന്നു, മഅ്മൂമിങ്ങൾ അത് ഏറ്റു ചൊല്ലുന്നു. അപ്പോൾ ആ ഒരു സമ്പ്രദായം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ പണ്ഡിത ശ്രേഷ്ഠരായ ആളുകളും അത് നമ്മളോട് വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നല്ല, അത് മതത്തിൽ പുതുതായി ചേർത്ത ബിദ്അത്തുകളിൽ, തിന്മകളിലാണ് എണ്ണുന്നത്. നമ്മൾ പാടില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനം ഹൃദയമാണ്, കൽബാണ്. മനുഷ്യൻ ഉദ്ദേശിക്കലാണ്, അള്ളാഹുവിന് വേണ്ടി ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. ബാങ്ക് വിളിച്ചു എന്ന് വിചാരിക്കുക, മഗ്രിബ് ബാങ്ക് വിളിച്ചു. അപ്പോൾ നോമ്പ് മുറിക്കുന്ന ആ കാരയ്ക്ക കഴിക്കുന്ന സമയത്ത് തന്നെ നാളെ ഞാൻ നോമ്പായിരിക്കുമെന്ന് മനസ്സിൽ ഉദ്ദേശം ഉണ്ടായാൽ നിയ്യത്തായി കഴിഞ്ഞു. കാരണം അത് നിയ്യത്തിൻ്റെ സമയമാണ്. അല്ലാതെ അത് ചൊല്ലി പറയേണ്ട ഒരു കാര്യം ഇല്ല, ഒരു സ്പെഷ്യൽ ഇബാദത്തായി എടുക്കേണ്ടതില്ല. എന്നാൽ നിയ്യത്തില്ലെങ്കിൽ നോമ്പ് ശരിയാകുകയില്ല, അതും വിഷയമാണ്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ആരാധനയിലേക്ക് കയറുന്നു എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുക, അതാണ് പ്രധാനം. അള്ളാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു താല സ്വീകരിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായി ഭയഭക്തിയുള്ളവരായി തീരുന്ന ഒരു റമദാനാക്കി അള്ളാഹു ഇതിനെ തീർക്കുമാറാകട്ടെ. പരലോക വിജയം സിദ്ധിക്കുന്ന ആളുകളിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വന്നുപോയി. അള്ളാഹു നീ പുറത്ത് മാപ്പാക്കി തരണേ. നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്കെല്ലാം നീ ഇടം നൽകണേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും ഏകുമാറണേ. അവരുടെ കബറിടങ്ങളെ നീ വിശാലമാക്കുമാറാകണേ. നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഹിദായത്ത് ലഭിക്കാത്ത ഒരുപാട് ആളുകൾ, നിൻ്റെ ദീനിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കുന്ന ധാരാളം ആളുകൾ, അവർക്കെല്ലാം നീ ഹിദായത്ത്, സന്മാർഗം നീ പ്രദാനം ചെയ്യണേ റബ്ബേ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് നീ രോഗശമനം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.